ഗ്ലോക്കോമയ്ക്ക് ഒരുപാട് പലതരത്തിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് നിലവിലുണ്ട്. ഉം, എല്ലാ സിസ്റ്റത്തിലും ആയുർവേദത്തിലും, അലോപ്പതിയിലും, നേച്ചുറോപ്പതിയിലും, ഹോമിയോയിലെല്ലാം ഉണ്ട്. പക്ഷേ എന്താണ് ഞങ്ങൾ സ്വീകരിക്കുന്ന രീതി എന്നുള്ളതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കുറേ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷം തീർത്തും കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രോഗമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഞങ്ങൾ ചികിത്സ തീരുമാനിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് ശരിയായ ചികിത്സയിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു കാഴ്ച നഷ്ടപ്പെടാതെ എന്താ പറയുക, അവോയ്ഡ് ബ്ലൈൻഡ്നെസ് ഇസ് ദി പ്രൈം എയിം ഓഫ് അവർ ട്രീറ്റ്മെൻറ്റ്. ആ വ്യക്തിയുടെ കാഴ്ച നഷ്ടപ്പെടരുത് ഒരു കാരണവശാലും. അത് നിലനിർത്തണം. ഇതായിരിക്കും ഞങ്ങളുടെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. ഇതിനു വേണ്ടി പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. അത് ഓരോ രോഗികളിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. പല കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. രോഗിയുടെ പ്രായം, രോഗത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ഇത് എന്താ പറയുന്നത് ക്രോണിസിറ്റി, മറ്റു രോഗങ്ങളുടെ സാന്നിധ്യം, ഇങ്ങനെ പല കാര്യങ്ങളെ കൊണ്ടാണ് ഒരു രോഗത്തിൻ്റെ സിവിയറിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതികളുമൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. അതിനുള്ള മെത്തേഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആയുർവേദ ചികിത്സ ഗ്ലോക്കോമയിലും ഞാൻ പറയുകയാണെങ്കിൽ ആയുർവേദത്തെ കൂടെ സംസാരിക്കുമ്പോൾ കഫത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വാദത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെയൊക്കെ നോർമലൈസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബ്ലോക്ക് മാറ്റി ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു അടിസ്ഥാന തത്വത്തിലാണ് മാതയിൽ ഗ്ലോക്കോമയുടെ ചികിത്സ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഫങ്ഷണൽ കപ്പാസിറ്റി നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗിയുടെ കണ്ണ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും ഈ തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ കൊണ്ട് വിഷൻ ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും.